സോ അങ്ങനെയുള്ള ഒരാളുടെ ശരീരത്തിൽ കൂടുതൽ BMR ഉണ്ടെങ്കിൽ എന്താ ഗുണം? അദ്ദേഹം വെറുതെ ഇരിക്കുമ്പോൾ പോലും കൂടുതൽ ഊർജം കത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ പൊതുവെ ഒരുപാട് തടിക്കില്ല, അല്ലെങ്കിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാവില്ല. സോ ഇത് മൂന്നും നമുക്കൊന്ന് ഒരുമിച്ചൊന്ന് കണ്ടു കഴിഞ്ഞാലോ, നമ്മുടെ മെറ്റബോളിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സിൽ ഭക്ഷണം, ഉറക്കം, അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ മൂവ് ചെയ്യുന്നു, ഇത് മൂന്നും നമ്മൾ സെപ്പറേറ്റ് ആക്കി കാണരുത്. ഇത് മൂന്നും ഒരുമിച്ച് കാണുമ്പോഴാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള രീതി വരിക. വളരെ വ്യത്യസ്തമായിട്ടുള്ള എന്നാൽ വളരെ അറിയേണ്ടതായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഉപാപചയം എന്ന് പറയുന്നത് പൊതുവെ എല്ലാവരും കേട്ടിട്ട് ഉണ്ടാവും, പക്ഷെ ആ രീതിയിലല്ല. നമ്മളൊരു പക്ഷെ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ടാവും. ഉപാപചയം ഇപ്പോഴും കേൾക്കാറുണ്ടാവുക ഒരു പക്ഷെ മെറ്റബോളിക് ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ട മെറ്റബോളിസം, അല്ലെങ്കിൽ ഡയബറ്റീസ് വന്നു, BP വന്നു, കൊളസ്ട്രോൾ, അങ്ങനെയൊക്കെ പറയുമ്പോൾ മെറ്റബോളിക് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് ഇതൊക്കെ പെടുന്നത്. അപ്പൊ അങ്ങനെ ഒരു പക്ഷെ മെറ്റബോളിസം കേട്ടിട്ടുണ്ടാവും, ഉപാപചയം കേട്ടിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിത്യജീവിതത്തിലെ കുറെ ഫാക്ടേഴ്സ് അതെങ്ങനെ ഈ ഉപാപചയത്തിനെ സ്വാധീനിക്കുന്നു എന്നും അതിൽ എങ്ങനെ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താമെന്നും ഇന്ന് മനസ്സിലാക്കാം. ചോദ്യം ഇതാണ്: നമ്മുടെ ദൈനംദിന ശീലങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ എഞ്ചിനെ എങ്ങനെ രൂപപ്പെടുത്തുന്നു? ഈ ശരീരത്തിന്റെ എഞ്ചിൻ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് വലുതായിട്ടൊന്നും പേടിക്കേണ്ടതില്ല. നമ്മൾ പല പ്രവൃത്തികളും ചെയ്യുന്നുണ്ട് അല്ലെ? ഈ പ്രവൃത്തികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരത്തിന് എന്ത് വേണം? ഊർജം വേണം. ഈ ഊർജം പക്ഷെ നമുക്ക് എവിടുന്നാണ് കിട്ടുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഊർജം മാത്രമാണോ കിട്ടുന്നത്? അല്ല. നമ്മുടെ ശരീരം ഓരോ നിമിഷവും അത് ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട്, ബിൽഡ് ആവുന്നുണ്ട്. പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നുണ്ട്, പഴയ കോശങ്ങൾ ഇല്ലാതാവുന്നുണ്ട്. ഈ പഴയ കോശങ്ങൾ ഇല്ലാതാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുക എന്നല്ല ശരിയായ അർത്ഥം. പഴയ കോശങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് വേണ്ട സാധനങ്ങൾ എടുക്കുകയും വേണ്ടാത്തത് കളയുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം. അതൊരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഇതാണ് സെല്ലുലാർ ലെവലിലുള്ള മെറ്റബോളിസം. എന്നാൽ അതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ ഭക്ഷണം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ശരിക്കും നമ്മൾ കഴിക്കുന്നത് എന്താണ്? ചോറ്, അല്ലെങ്കിൽ പൊറോട്ട, ചിക്കൻ, വെജിറ്റബിൾസ്, പല രീതിയിലുള്ള പഴങ്ങളും ഒക്കെ കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ. ഈ കോമ്പിനേഷൻ ശരിക്ക് നമ്മൾ എപ്പോഴും മുതലാണ് അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത്? ഉപാപചയത്തിന്റെ ഒരു പ്രധാന പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനെ ദഹിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് എപ്പോഴാണ് ദഹിപ്പിക്കാൻ തുടങ്ങുന്നത്? നല്ല കണ്ണിക്കിടുമാങ്ങയുടെ ടേസ്റ്റ്. ശരിക്കും ആ ഒരു വാക്ക് പറയുമ്പോൾ തന്നെ പലർക്കും ഒരു പക്ഷേ കണ്ണിക്കടുമാങ്ങ എന്നൊക്കെ പറയുമ്പോൾ ആ വായിൽ വെള്ളം വന്നിട്ടുണ്ടാവും. ഈ വെള്ളം വരുന്ന പ്രോസസ്സ് എപ്പോഴും തുടങ്ങി? ഞാനിത് പറയുമ്പോൾ അതിനെപ്പറ്റി കേട്ടു, അത് നിങ്ങൾ ചിന്തിച്ചു അല്ലെ? നല്ല പുളിയുള്ള നാരങ്ങ ഒന്ന് നാവിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആ രീതിയിൽ നമ്മൾ കേൾക്കുമ്പോഴോ കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ സെൻസസും വഴി നമ്മൾ എങ്ങനെ ഒരു ഭക്ഷണത്തിനെ കാണുന്നു, അപ്പോൾ മുതൽ നമ്മൾ ദഹിപ്പിക്കാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ ദഹനരസങ്ങൾ നമ്മുടെ നാവിൽ ഊറുന്നു. അതാണ് ശരിക്കും ഉമിനീര്. ഇത് നാവിൽ മാത്രമല്ല, നമ്മൾ നാവിൽ ഒരു സാധനം വയ്ക്കുമ്പോഴേക്കും നമ്മുടെ വയറ്റിലും പലതരത്തിലുള്ള ഉമിനീരുകൾ വരുന്നു, പല തരത്തിലുള്ള ഡൈജസ്റ്റീവ് എൻസൈംസ് വരുന്നുണ്ട്. അമിലേസും ലിപ്പേസും ഒക്കെ അതിനകത്ത് പെടുന്നതാണ്. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള എൻസൈമുകൾ പ്രവർത്തിച്ചിട്ട് ഒരു ഭക്ഷണത്തിനെ നല്ല രീതിയിൽ ശരീരത്തിന് വേണ്ട രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ ഈ പഴങ്ങൾ എപ്പോഴാ പഴമായിട്ടോ അല്ലെങ്കിൽ പൊറോട്ട എപ്പോഴാ പൊറോട്ടയായിട്ടോ നിലനിൽക്കുന്നത്? ഒരുപക്ഷെ നമ്മളത് ചവച്ചരയ്ക്കുന്നത് വരെ, നമ്മുടെ കഴുത്തിൽ അല്ലെങ്കിൽ വായയിൽ എത്തുന്നത് വരെ അത് കറക്റ്റാണ്. അതിനുശേഷം പിന്നെ അത് പലതരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള കാർബോഹൈഡ്രേറ്റുകളോ പ്രോട്ടീനുകളോ വിറ്റമിനും മിനറലും ഫാറ്റും ഒക്കെ ആയി മാറുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പ്രോസസ്സിനെയാണ് ശരിക്കും മെറ്റബോളിസത്തിന്റെ തുടക്കം. അപ്പൊ ഇവിടുന്ന് തുടങ്ങിയിട്ട് നമ്മൾ ഈ ഭക്ഷണത്തിന് ഇപ്പൊ ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ എല്ലാ പർപ്പസും അല്ലെങ്കിൽ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കുന്നത് നമ്മുടെ ഈ ഭക്ഷണമാണ്. അത് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫാറ്റും ഒക്കെ ആയി മാറി നമ്മുടെ കോശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അമിനോ ആസിഡുകളും അതുപോലെ തന്നെ ഊർജം തരുന്ന പ്രധാന ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. അതുകൂടാതെ ഫ്രക്ടോസും ഗാലക്ടോസും ഒക്കെ ഉണ്ട്. മിൽക്ക് കാർബോഹൈഡ്രേറ്റ്, അതുപോലെ തന്നെ പഴങ്ങളിൽ നിന്നുള്ള കാർബോഹൈഡ്രേറ്റ്, ഇങ്ങനെ പല രീതിയിലേക്ക് അത് മാറുന്നു. അതുപോലെ മറ്റൊരു ഫാക്ടറാണ് ഗ്ലിസറോളും ഫാറ്റി ആസിഡ്സും. ഇതൊക്കെ ആയി മാറുന്ന സമയത്ത് ശരീരം അതിനെ സ്പ്ലിറ്റ് ചെയ്ത് പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും. ഉദാഹരണത്തിന് നമ്മുടെ കാർബോഹൈഡ്രേറ്റിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആകുമ്പോൾ അത് ബ്ലഡിലെത്തി, ബ്ലഡ് ഇൻസുലിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അത് കോശങ്ങളിലേക്ക് എത്തിച്ച് അങ്ങനെയാണ് ഊർജം കിട്ടുന്നത്.
ഓക്കെ, ഇതിനു വേണ്ടിയിട്ട് ഒരു വലിയ സെല്ലുണ്ട്, പവർ ഹൗസ് എന്ന് പറയാൻ പറ്റുന്ന കോശങ്ങളിലെല്ലാം ഉള്ള മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതേസമയത്ത് ഫ്രക്ടോസും കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും ഫ്രക്ടോസ് നേരിട്ട് എവിടേക്കാണ് പോകുന്നത്? കോശങ്ങളിലേക്കല്ല, അത് ലിവറിലേക്ക് പോകും. ലിവർ അതിനെ മെറ്റബോളൈസ് ചെയ്ത് ഒരുപക്ഷെ ഗ്ലൈക്കോജനോ അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡോ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്, നേരിട്ട് കൊഴുപ്പിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് കാർബോഹൈഡ്രേറ്റ് ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ആ ഗ്ലൈക്കോജനെയും കൊഴുപ്പിനെയും യൂസ് ചെയ്യാതെ അത് സ്റ്റോർ ചെയ്യാൻ കൊണ്ടുപോകും. ഇങ്ങനെയുള്ള പ്രോസസ് ഒക്കെ നടക്കുമ്പോൾ ശരിക്കും ഈ മെറ്റബോളിസത്തിനെ നമുക്ക് രണ്ടായിട്ട് ഭാഗിക്കാം. ഒന്നെന്ന് പറയുന്നത് അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സ്, രണ്ടെന്ന് പറയുന്നത് അതിനെ തിരിച്ച് ബിൽഡപ്പ് ചെയ്യുന്ന പ്രോസസ്സ്. ശരീരത്തിന് ആവശ്യമുള്ള രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കുമ്പോൾ ആണ് അതിന്റെ കാറ്റബോളിസം ആനബോളിസം നടക്കുന്നത്. സോ മെറ്റബോളിസം എന്ന് പറയുന്നത് പൊതുവെ നമ്മുടെ ശരീരത്തിന്റെ എനർജി ആവശ്യമായ രീതിയിലേക്ക് മാറ്റിയെടുത്തിട്ട് അതിനെ ഫുള്ളി ഫങ്ഷണലാക്കി കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുന്ന ഒരു വലിയ ഒരു പ്രോസസ്സാണ്. ഇതിനെ പക്ഷെ കുറച്ച് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് എനർജി ഉണ്ടാക്കാൻ ഉപയോഗിക്കും, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ റിപ്പയറും ബിൽഡിംഗ് അപ്പ് പ്രോസസ്സും ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഹോർമോണുകളെയും ബോഡി ടെമ്പറേച്ചറും മറ്റു പല ബാലൻസുകളും നിലനിർത്താൻ വേണ്ടിയിട്ടും ഇതേ ഭക്ഷണം തന്നെയാണ് സഹായിക്കുന്നത്. ഇതിലെ ഒരു പ്രധാനപ്പെട്ട പോർഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കാറ്റബോളിസം എന്ന് പറയുന്നത് ബ്രേക്കിംഗ് ഡൗൺ പ്രോസസ് ആണ്. ഈ ബ്രേക്കിംഗ് ഡൗൺ പ്രോസസ്സിൽ ബോഡി ടിഷ്യൂ അല്ലെങ്കിൽ ശരീരത്തിന്റെ ചെറിയ ചെറിയ കോശങ്ങളെ അതിലും സിമ്പിൾ പാർട്ടിലേക്ക് മാറ്റിയിട്ട് എനർജി കൺവേർഷനിലേക്ക് എത്തിക്കണം. അതുപോലെ തന്നെ ആനബോളിസം എന്ന് പറയുന്നത് അത് ബിൽഡിംഗ് അപ്പ് പ്രോസസ് ആണ്. ഈ സമയത്താണ് മസിൽ ഗ്രോത്തും റിപ്പയറും അല്ലെങ്കിൽ ഹോർമോൺ പ്രൊഡക്ഷനും ഹോർമോൺ ബാലൻസിങ്ങും ഒക്കെ നടക്കുന്നത്. സോ ഇത് രണ്ടും നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ മാത്രമല്ല നടക്കുന്നത്, ഈവൻ നമ്മൾ ഉറങ്ങുമ്പോഴും നടക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഉറങ്ങുമ്പോഴും നടക്കുന്നത്? ഉറങ്ങുമ്പോഴും നമ്മുടെ ശരീരത്തിന് ജീവനുണ്ടല്ലോ. അതില് ശരിക്കും നമ്മുടെ ഊർജത്തിന്റെ ഒരു പ്രധാന ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 മുതൽ 25% വരെ ഉപയോഗിക്കുന്നത് നമ്മുടെ ബ്രെയിൻ കോശങ്ങളാണ്. തലച്ചോറ് എന്തിനു വേണ്ടിയിട്ട്? ആ തലച്ചോറിന്റെ ഗ്ലൂക്കോസ്, തലച്ചോറിന് വേണ്ട പ്രധാനപ്പെട്ട എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് മാത്രമാണ്. ഈ ഗ്ലൂക്കോസ് കിട്ടിയില്ലെങ്കിൽ ശരീരം തൽക്കാലത്തേക്ക് പണിയെടുക്കില്ല. അപ്പൊ അങ്ങോട്ടേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ സ്ഥിരമായിട്ട് ഉണ്ടാവണം. ബ്ലഡ് സർക്കുലേഷന് വേണ്ടി എനർജി വേണം, ശ്വാസം കഴിക്കണം, ശ്വാസത്തിന് വേണ്ടി എനർജി വേണം. ഇത് മാത്രമല്ല, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നല്ല ഗാഠനിദ്രയിലാണെങ്കിൽ പോലും ഒരാള് മേത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ തണുത്ത വെള്ളം, തീർച്ചയായും നമ്മൾ നമ്മുടെ മാതൃഭാഷയിൽ തന്നെ അദ്ദേഹത്തിന് പല്ലുനോക്ക കളിക്കും. ആ മാതൃഭാഷ എങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് വന്നു? ബ്രെയിൻ ആക്റ്റീവ് ആണ്, ബ്രെയിൻ അതിന്റെ ഫങ്ഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മളിപ്പോ നമ്മുടെ സ്വബോധത്തില് നമ്മൾ വിചാരിക്കുമ്പോഴും മാത്രമേ നമ്മുടെ ഹൃദയം മിടിക്കൂ എന്നൊരു സങ്കല്പം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ എത്രത്തോളം ആക്റ്റീവ് ആയിരിക്കും ഇൻ കേസ് ഉറങ്ങാൻ പറ്റൂ. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിന് അതിൻ്റെതായിട്ടുള്ള, ശരീരത്തിന് അറിയാം നമ്മൾ കുറെ മടിമരാണെന്ന്, അതുകൊണ്ട് ബ്രെയിൻ സ്വന്തമായിട്ട് കുറേ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അതിന്റെ ബേസൽ മെറ്റബോളിക് റേറ്റ് അല്ലെങ്കിൽ ആ ഒരു ഉപാപചയത്തിന്റെ റേറ്റ് സ്ഥിരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതാണ് നമ്മുടെ വൈറ്റൽ ഫങ്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ എന്താണ് ശരിക്കും മെറ്റബോളിസം? കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ്, വെള്ളം, അതുപോലെ തന്നെ അമോണിയ പോലുള്ള പദാർത്ഥങ്ങളിലേക്ക് കെമിക്കൽ പ്രോസസ് ആക്കി മാറ്റാണ് ചെയ്യുന്നത്. അത് കൂടാതെ ഈ കാറ്റബോളിസത്തിൽ നടക്കുന്ന എന്താണ്? ADP എന്ന് പറയുന്ന അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ഓക്സിഡൈസ് ചെയ്യും പല കോഫാക്ടേഴ്സിന്റെയും അതുപോലെ എൻസൈംസിന്റെയും ഒക്കെ സഹായത്താലാണ്. അങ്ങനെ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആവും. ഈ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആവുന്ന സമയത്ത് ഇലക്ട്രോൺസ് റിലീസ് ചെയ്യും. ഈ ഇലക്ട്രോൺസ് എന്നാണ് എനർജി പ്രൊഡ്യൂസ് ആവുന്നത്. സോ അൾട്ടിമേറ്റ്ലി ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നതെന്ന് അർത്ഥം. ഇത് തന്നെ ആനബോളിക് പ്രോസസ്സിലേക്ക് എത്തുമ്പോഴോ അമിനോ ആസിഡ്സ്, പ്രത്യേകിച്ചും പ്രോട്ടീൻ, നൈട്രജൻ കൂടുതലുള്ള ഒരു പദാർത്ഥമാണ് അമിനോ ആസിഡ്. ഈ അമിനോ ആസിഡുകളും പലതരത്തിലുള്ള മിനറൽസും വൈറ്റമിൻസും ഒക്കെ പല കോഫാക്ടേഴ്സിന്റെയും സഹായത്തിൽ, എൻസൈമിന്റെയും സഹായത്തിൽ തിരിച്ച് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പദാർത്ഥങ്ങളായിട്ട് മാറുന്നു. അങ്ങനെ പ്രോട്ടീൻസും ലിപ്പിഡ്സും ന്യൂക്ലിക് ആസിഡ്സും ഒക്കെ ഉണ്ടാകുമ്പോൾ കോശം ഉണ്ടാവുന്നു. അങ്ങനെ പല കോശങ്ങൾ ചേരുമ്പോൾ ടിഷ്യൂ ഉണ്ടാവുന്നു. ഇതിനു വേണ്ട ഊർജം ഗ്ലൂക്കോസ് കൊടുക്കുന്നു. ആകെ നമ്മുടെ ശരീരത്തിന്റെ ബിൽഡപ്പ് നടക്കുന്നു, അല്ലെ? കോശങ്ങളും ടിഷ്യൂകളും, ടിഷ്യൂ എന്ന പല ഓർഗൻസും അതുപോലെ തന്നെ പേശികളും, അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടായിട്ട് മൊത്തത്തിലുള്ള ശരീരം ആവുകയാണ് ചെയ്യുന്നത്. സോ ഇതൊക്കെ നടക്കണമെങ്കിൽ ശരീരത്തിന് ഊർജം വേണം. ശരീരത്തിന് ഊർജം ഉപയോഗിക്കാൻ പറ്റണം. അത് എത്രത്തോളം നല്ല രീതിയിൽ ചെയ്യുന്നോ അത്രത്തോളം നമ്മൾ ഹെൽത്തി ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ മെറ്റബോളിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഡിസോർഡേഴ്സ് സ്റ്റാർട്ട് ചെയ്യും. ഇതാണ്
ജനറലി മനസ്സിലാക്കാനുള്ളത്. സോ ഇവിടെ ഈ ബേസൽ മെറ്റബോളിക് റേറ്റ് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഞാൻ ഓൾറെഡി സംസാരിച്ചു, റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പോലും നമ്മുടെ ശരീരത്തിന് ജീവനോടെ നിലനിർത്താൻ ആവശ്യമുള്ള മിനിമം എനർജി അല്ലെങ്കിൽ മിനിമം കലോറി യൂസേജ് ആണ് BMR കൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ഇതിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് വരുന്നത്? നമ്മുടെ ശ്വാസം കഴിക്കുന്നത് വരും, സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷൻ വരും, ബ്രെയിൻ ഫംഗ്ഷനിങ് വരും, ടെമ്പറേച്ചർ റെഗുലറായിട്ട് കൊണ്ടുപോകാൻ ഉള്ള കാര്യങ്ങൾ വരും, അതുപോലെ തന്നെ കോശങ്ങളുടെ റിപ്പയർ വരും, മറ്റു പല കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. ഇതെങ്ങനെയാണ് അതിനെ നമുക്ക് BMR-നെ അസസ് ചെയ്യാൻ പറ്റുന്നത്? കാലത്തിനും നമ്മുടെ ഏജ്, വയസ്സിനും നമ്മുടെ സെക്സ്, മെയിൽ ആണോ ഫീമെയിൽ ആണോ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള പേശികളുടെ അളവ് എത്ര, ഹോർമോൺസ് പലതരത്തിലുള്ളത് ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. ഈവൻ നമ്മുടെ ജെനറ്റിക്സും ഒക്കെ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. സോ എൻവയോൺമെന്റ് കൂടാതെ മറ്റു പല ഫാക്ടേഴ്സും, നമ്മുടെ ഫിസിക്കൽ ഫാക്ടേഴ്സും ഫിസിയോളജിക്കൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും ഒക്കെ ഈ BMR-നെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ ഒരു ദിവസം ഫുൾ ഡേ അല്ലെങ്കിൽ ഫുൾ ഡേ നൈറ്റ് ഒക്കെ കിടക്കുകയാണെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിന് ഒരു മിനിമം എനർജി ആവശ്യമുണ്ട് എന്നർത്ഥം. സോ അങ്ങനെയുള്ള ഒരാളുടെ ശരീരത്തിൽ കൂടുതൽ BMR ഉണ്ടെങ്കിൽ എന്താ ഗുണം? അദ്ദേഹം വെറുതെ ഇരിക്കുമ്പോൾ പോലും കൂടുതൽ കാലോറി, ഊർജം കത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ പൊതുവെ ഒരുപാട് തടിക്കില്ല, അല്ലെങ്കിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാവില്ല. ഒരു സിമ്പിൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ എന്താണ് നമ്മുടെ ഭക്ഷണത്തിന് ഇതുമായിട്ടുള്ള ബന്ധം? നേരിട്ട് ബന്ധം ഉണ്ടെന്ന് ഓൾറെഡി ഇപ്പൊ കണ്ടല്ലോ. എന്നാൽ പോലും ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഗാലക്ടോസ്, അതുപോലെ തന്നെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, 3 കൂടിയതാണ്. ഇത് കൂടാതെ ഫൈബർ ഉണ്ട്. പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിലെ ഒരു പ്രധാന ഇൻഗ്രീഡിയന്റ് ആണ്. പല അമിനോ ആസിഡുകൾ കൂടിയിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാവുന്നത്. ഈ അമിനോ ആസിഡുകളിൽ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള, നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് കഴിച്ചേ പറ്റൂ എന്ന് പറയുന്ന രീതിയിലുള്ള അമിനോ ആസിഡുകളുണ്ട്. അതിന് പറയുന്ന എസെൻഷ്യൽ അമിനോ ആസിഡ് എന്നാണ്. ചില അമിനോ ആസിഡുകൾ നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കാൻ പറ്റും, അതിനെ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്നും പറയും. അതുപോലെ തന്നെ ഫാറ്റ് ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും ഉണ്ട്. ഫാറ്റി ആസിഡുകളിലും 2 തരത്തിലുണ്ട്. എസെൻഷ്യൽ ആയിട്ടുള്ളതുണ്ട്, omega-3 എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരും. DHA, EPA ഒക്കെ എസെൻഷ്യൽ ആയിട്ടുള്ള ഫാറ്റി ആസിഡുകളാണ്. അതുപോലെ തന്നെ നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള ഒത്തിരി ഫാറ്റി ആസിഡുകളും നമ്മുടെ ശരീരത്തിലുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഫ്രക്ടോസ് ലിവറിലേക്ക് പോയിട്ട് ലിവറിൽ നിന്ന് അത് ട്രൈഗ്ലിസറൈഡുകളായിട്ട് മാറിയിട്ടൊക്കെ, ഇതൊക്കെ ഫാറ്റി ആസിഡിന്റെ പലതരത്തിലുള്ള വകഭേദങ്ങളാണ്. ഇത്തരം കൊഴുപ്പുകളൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട്. ഓക്കെ, സോ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്? ഭക്ഷണമാണ് നമ്മുടെ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ഇന്ധനം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ കാറ് ഇന്ന് രാവിലെ ഒരു യാത്ര പോകണമെന്നുള്ളത് കൊണ്ട് ഞാൻ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. പക്ഷേ അവിചാരിതമായ ഒരു ഇൻസിഡന്റ് വന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ആ കാറ് തിരിച്ച് പെട്രോൾ പമ്പിൽ നിന്ന് എടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചു. എന്നിട്ട് ഞാൻ എന്റെ ബൈക്ക് എടുത്തിട്ട് വേറൊരു ആവശ്യത്തിന് പെട്ടെന്ന് പോവുകയും ചെയ്തു. ഞാൻ തിരിച്ചു വരാൻ വൈകുന്നേരമായി. പിറ്റേന്ന് രാവിലത്തേക്ക് ഞാൻ മാറ്റിവെച്ച, രാവിലെ ഇന്ന് പോകാൻ തീരുമാനിച്ച ടൂർ ഞാൻ അടുത്ത ദിവസം രാവിലേക്കായി. ഞാൻ വീണ്ടും പെട്രോൾ പമ്പിൽ പോയി കാറ് ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? കാറിൽ ഇന്ന് രാവിലെ അടിച്ച പെട്രോൾ അവിടെ തന്നെയുണ്ട്. അപ്പം ഞാൻ നാളെ വീണ്ടും പോയിട്ട് പെട്രോൾ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഇതാണോ ചെയ്യുന്നത്? അല്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇന്ന് ഭക്ഷണം കഴിക്കും, നല്ലോണം പണിയെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ലോണം കഴിക്കും. നല്ലോണം പണിയെടുക്കാത്ത ദിവസങ്ങളിലോ അന്നും കഴിക്കുന്നതിന് ഒരുപാട് വ്യത്യാസമൊന്നുമില്ല, അല്ലെ? ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ശരീരം എന്ത് ചെയ്യുന്നു ഈ ഭക്ഷണം വെച്ചിട്ട്? അവിടെയാണ് ഫുഡ് ഈസ് ഫ്യൂയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ തീരുന്നില്ല. നമ്മൾ ആ ഭക്ഷണത്തിനെ ശരീരം എങ്ങനെയൊക്കെയോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ ആ സമയത്തായിരിക്കും ഉപാപചയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസോർഡേഴ്സും വരുന്നത്. കാർബോഹൈഡ്രേറ്റ് മെയിൻ സോഴ്സ് ആണെന്ന് പറഞ്ഞു. പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്ക് ആണ്, ശരീരത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. ഈ ബിൽഡിംഗ് ബ്ലോക്കിന്റെ ഉദ്ദേശം എന്താ? ശരീരത്തിന് ഊർജത്തിന് വേണ്ടിയിട്ട് ഈ ബിൽഡിംഗ് ബ്ലോക്ക് എടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാലോ? പറ്റില്ല, അല്ലെ? ഒന്ന് ഞാൻ ഇതിനെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് പറഞ്ഞുതരാം. നമ്മുടെ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള പ്രധാനപ്പെട്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഒരു കട്ട വേണം, അല്ലെ? അത് കല്ലിന്റെയോ അല്ലെങ്കിൽ ഇഷ്ടികയോ പോലെയുള്ള കട്ടകൾ വേണം. ഈ കട്ടകൾ സിമെന്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ വളരെ ഭംഗിയായിട്ട് ജോയിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ചുമരുണ്ടാക്കുന്നത്. അപ്പൊ ഈ കട്ടകൾ, സപ്പോസ് സിമെന്റ് മാത്രമല്ല, സിമെന്റിന്റെ കൂടെ പൂഴിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ ഒരു നല്ല കോമ്പിനേഷനിലേക്ക് കൊണ്ടുവരുന്നത്. ഈ കോമ്പിനേഷന് സപ്പോസ് നമ്മുടെ അടുത്ത് പൂഴിയില്ല, അതിന് പകരം ഞാൻ എന്താണ് ഉപയോഗിക്കുന്നത്? ഈ കട്ടകൾ പൊടിച്ചിട്ട് സിമെന്റിന്റെ കൂടെ ഉപയോഗിക്കാൻ തുടങ്ങാണ്. ആ സമയത്ത് നമുക്ക് ചുമരുണ്ടാക്കാൻ വേണ്ടത്ര കട്ടകൾ ബാക്കി ഉണ്ടാവും? ഇല്ല, അല്ലെ? ആക്ച്വലി പ്രോട്ടീൻ എന്ന് പറയുന്ന ബിൽഡിംഗ് ബ്ലോക്കുകൾ നമ്മുടെ കലോറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയ, ഊർജത്തിന്റെ സോഴ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ സംഭവിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ്. നമ്മുടെ ശരീരം വേണ്ട രീതിയിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ഒരുപക്ഷെ നമ്മുടെ
കറുപ്പ് കളറ് ഉള്ള മുടിയും വെളുത്ത കളറുള്ള പല്ലും ചുവന്ന കളറുള്ള രക്തവും ഒക്കെ പല രീതിയിൽ പല കളറിൽ പല ഫംഗ്ഷന് വേണ്ടിയിട്ട് അവിടെ സജ്ജമായിട്ടുണ്ടാവില്ല എന്നർത്ഥം. ഫാറ്റ് എനർജി സ്റ്റോർ ആണ്. അതുപോലെ തന്നെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഇതേ കൊഴുപ്പിന് ഒത്തിരി ഫാക്ടർ ഉണ്ട്. നമ്മുടെ നെർവസ് സിസ്റ്റം ഫംഗ്ഷനിങ്ങും ഒക്കെ ഇതൊക്കെ ഈ ഫാറ്റി ആസിഡ്സ് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഫൈബർ ശരിക്കും നമ്മുടെ എനർജി സോഴ്സ് അല്ല, പക്ഷെ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒത്തിരി ബാക്ടീരിയകളുണ്ട്. ഈ ബാക്ടീരിയകൾക്ക് വേണ്ടിയിട്ടുള്ള മൈക്രോബുകൾക്ക് വേണ്ടിയിട്ടുള്ള എനർജി സോഴ്സ് ആയിട്ടോ അതിന്റെ ഭക്ഷണമായിട്ടോ ഒക്കെയാണ് ഈ ഫൈബർ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് ഡൈജഷൻ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഈ മൈക്രോബയോം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതിനകത്തും രണ്ട് തരത്തിലുള്ള ഫൈബർ ഉണ്ട്, ഒന്ന് സോലുബിൾ ആണ്, ഒന്ന് ഇൻസോലുബിൾ ആണ്. ഇതിന്റെ രണ്ടിന്റെയും ബാലൻസും നമ്മൾ ഭക്ഷണത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് വളരെ നല്ലതായിരിക്കും. സോ എന്താണ് നമ്മുടെ ഡയറ്റും നമ്മുടെ മെറ്റബോളിസം ആയിട്ടുള്ള ബന്ധം? ശരിയാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്നതിലുള്ള ഭക്ഷണത്തിൽ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലാണെങ്കിൽ അവിടെ തെർമിക് എഫക്ട് ഓഫ് ഫുഡ് എന്ന് പറയും, അത് വളരെ കൂടുതലായിരിക്കും. തെർമിക് എഫക്ട് എന്ന് പറയുന്നത് ഒരു ഭക്ഷണത്തിനെ ദഹിപ്പിക്കാൻ ശരീരം വിനിയോഗിക്കുന്ന എനർജിയുടെ അളവാണ് പറയുന്നത്. അത് പ്രോട്ടീനെ സംബന്ധിച്ച് ഏതാണ്ട് 20 മുതൽ 25% വരെയൊക്കെയാണ് ഉപയോഗം വരുന്നത്. അതേസമയത്ത് കാർബോഹൈഡ്രേറ്റിലൊക്കെ അത് വളരെ കുറവാണ്, 10ൽ കുറവാണ് എന്ന് തന്നെ പറയാം. ഫൈബർ കൂടുതലുള്ള ഭക്ഷണം ആകുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ മൈക്രോബയോം ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. ചില ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ഗ്രീൻ ടീ അല്ലെങ്കിൽ കാപ്പി, ചിലപ്പോൾ ചില മുളക്, ഇതൊക്കെ ഈവൻ ആൽമണ്ട്സ് ഒക്കെ, ചില നട്ട്സ് ഒക്കെ നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിസത്തിനെ കുറച്ചൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ മെറ്റബോളിസത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ, ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉന്മേഷം തോന്നും, അല്ലെ? ഈ ഉന്മേഷം തോന്നാൻ കാരണം നമ്മുടെ മെറ്റബോളിസം ഒന്ന് ബൂസ്റ്റ് ആയി, അതുകൊണ്ടാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിന്റെ ക്വാളിറ്റി, ഭക്ഷണം എന്ത് കഴിക്കുന്നു, എപ്പോഴാണ് കഴിക്കുന്നത്, ഇതൊക്കെ നമ്മുടെ മെറ്റബോളിസത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ ഒരു ഹെവി ഭക്ഷണത്തിന് ശേഷമാണ്, മേ ബി ഒരു ലേറ്റ് ഡിന്നർ എന്ന് പറയാം, രാത്രി 10 മണിക്ക് ശേഷം ഒരു ഹെവി ഡിന്നറിന് ശേഷം നമ്മൾ ഉറങ്ങാൻ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ഉറക്കം നന്നായിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാ? നമ്മൾ ആ സമയത്ത് ഉറങ്ങാൻ പാടില്ല. കാരണം നമ്മുടെ ശരീരത്തിന് ഒട്ടും വിശ്രമിക്കാൻ സമയം കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്തു, അത്രയും ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചു. അപ്പൊ തീർച്ചയായിട്ടും ഹെവി എന്ന് ഉദ്ദേശിക്കുന്നത് കലോറി കണ്ടന്റിലും അതുപോലെ തന്നെ അതിന്റെ ഫുഡ് കൺസ്ട്രക്ഷൻ, അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് വെച്ചിട്ടും അതിനെ ദഹിപ്പിക്കാൻ ശരീരത്തിന് വേണ്ട സമയം അനുസരിച്ചിട്ടും ഒക്കെയാണ് പറയുന്നത്. അപ്പൊ ഈ അളവടക്കം, അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ശരീരത്തിന് അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരീരം നല്ലോണം പണിയെടുക്കേണ്ടി വരും. നമ്മുടെ ഉറക്കം നന്നാവോ? നന്നാവില്ല. ചില ആളുകളുണ്ട് ക്രാഷ് ഡയറ്റ് ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ ഭക്ഷണം സ്കിപ്പ് ചെയ്യാന്ന് പറയുന്ന ഒരു പരിപാടിയിലുള്ളവർ. ഇവരെ സംബന്ധിച്ചും ഈ മെറ്റബോളിസം ശരിയായിട്ട് നടക്കില്ല. കാരണം എന്താണ്? ഒരുപക്ഷെ ഇന്ന് സമയം കിട്ടാത്തത് കൊണ്ടായിരിക്കാം ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാഞ്ഞത്. പക്ഷെ ഭക്ഷണം കിട്ടിയിട്ട് ഞാൻ വൈകുന്നേരം കുറച്ച് സ്നാക്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപക്ഷെ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് അറിയാം ഇവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ശരീരത്തിന് അറിയില്ല ഇവൻ അടുത്ത സമയം എപ്പോഴാണ് കഴിക്കുക എന്ന്. അതുകൊണ്ട് എന്ത് ചെയ്യും? ശരീരം കലോറി സ്റ്റോർ ചെയ്യും. ഈ സ്റ്റോർ ചെയ്യുന്ന പ്രോസസ് എന്ന് പറയുന്നത് ശരീരം കൺസർവ് ചെയ്യുക അല്ലെങ്കിൽ എനർജി സ്റ്റോറേജിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് നമ്മുടെ മെറ്റബോളിസത്തിനെ എഫക്ട് ചെയ്യും. രാത്രിയിൽ വളരെ വൈകിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് ഒരുപക്ഷെ 1 മണിക്കും 2 മണിക്കും ഒക്കെ നന്നായിട്ട് വിശക്കുമ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ കഴിക്കും. എന്താണ് അവർ കഴിക്കുക? ചോറൊക്കെയാണോ? അല്ല, അവർ സ്നാക്സ് പോലെയുള്ള ഭക്ഷണങ്ങളിലേക്ക് പോകും. ഈ ഭക്ഷണങ്ങളും ആ സമയത്ത് ഒരുപക്ഷെ വളരെ പെട്ടെന്ന് എനർജി അല്ലെങ്കിൽ കലോറി സ്പൈക്ക് കൊടുത്തിട്ട്, ഷുഗർ സ്പൈക്ക് കൊടുത്തിട്ട് ശരീരത്തിനകത്തേക്ക് പെട്ടെന്ന് ഒരുപാട് എനർജി കൊടുക്കുന്നുണ്ടെങ്കിലും ഇത് കംപ്ലീറ്റ് സ്റ്റോറേജിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ശരീരത്തിന് കുറച്ച് നേരത്തേക്ക് മാത്രം ഊർജം കിട്ടിയിട്ട് ഉറക്കം പോവും, പിന്നീട് വീണ്ടും ഉറക്കം വരും. ഓക്കെ, ഇതൊക്കെ സംഭവിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ് ആണ്. അതിനാണ് മെറ്റബോളിസം എന്ന് പറയുക. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ടാണോ നമ്മൾ ഇതൊക്കെ കഴിക്കുന്നത്? അല്ല, നമ്മൾ ഇതൊന്നും മനസ്സിലാക്കാതെയും ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ശരീരം വളരെ സിമ്പിൾ ആയിട്ട് ഇതൊക്കെ ചെയ്യുന്നില്ലേ? നമ്മുടെ ശരീരത്തിനകത്തുള്ള ഈ മൈക്രോബയോം അല്ലെങ്കിൽ ബാക്ടീരിയകളും വൈറസുകളും ഒക്കെ കൂടിയിട്ടുള്ള ഒരു വലിയ കീടാണുക്കളുടെ ശേഖരം തന്നെയുണ്ട്. ഇതും നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസത്തിനെ വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഗ്ലൂക്കോസ് മെറ്റബോളിസം ആയിക്കോട്ടെ, ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടായിക്കോട്ടെ, ഫാറ്റ് സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടും, ഈവൻ നമ്മൾക്ക് വിശപ്പുണ്ടോ ഇല്ലയോ എന്ന് പറയാനുള്ള, അല്ലെങ്കിൽ പല ഹോർമോണുകളെ പോലും കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് ഈ മൈക്രോബയോം ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചില പ്രത്യേക ഭക്ഷണത്തിനോട് താല്പര്യം തോന്നുന്നതും ചില പ്രത്യേക ഭക്ഷണത്തിനോട് ഇഷ്ടം തോന്നാത്തതും ഒക്കെ ഇവരുടെ ഒരു കളിയും കൂടിയുണ്ട്. അപ്പൊ അതിനെ അത്ര ചെറുതാക്കിയിട്ട്, കീടാണുക്കളാണെങ്കിലും അത്ര ചെറുതാക്കിയിട്ട് കാണേണ്ട.
അവർക്ക് വേണ്ട ഭക്ഷണം ശരിയായ രീതിയിൽ കൊടുത്തില്ലെങ്കിൽ അവര് നമുക്കിട്ട് പണി തരും. ഓക്കെ, സോ ഇതാണ് ഭക്ഷണവും മെറ്റബോളിസം ആയിട്ട്. ഇനി നമുക്ക് ഉറക്കവും മെറ്റബോളിസം ആയിട്ട് എന്താണ് ബന്ധം നോക്കാം. ശരിക്ക് നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത് എപ്പോഴാണ്? ഉറങ്ങാൻ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? സാധ്യതയില്ല അല്ലെ? ഒരുപാട് പേർക്ക് ഉറക്കം ഇഷ്ടമാണ് എന്ന് മാത്രമല്ല, ഉറക്കം കിട്ടാത്തവർ ഉറക്ക ഗുളികകൾ കഴിച്ചിട്ടും അതിനെ ഒന്ന് ശരിയാക്കാൻ നോക്കുന്നു. ശരിയായിട്ട് നമ്മുടെ മസിലിന്റെ റിപ്പയർ നടക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കോശങ്ങളുടെ റിപ്പയർ നടക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ ഉറങ്ങുന്ന സമയമാണ്. പ്രത്യേകിച്ചും ഡീപ്പ് സ്ലീപ്പ്. മേ ബി ഉറക്കത്തിന്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സൈക്കിളില്, അതിന്റെ തന്നെ മൂന്നാമത്തെ സ്റ്റേജിലൊക്കെയാണ് നമ്മൾ പല ഹോർമോണുകളും റിലീസ് ആവുന്നതും ആ സമയത്താണ് നല്ല രീതിയിൽ മസിൽ റിപ്പയർ ഒക്കെ നടക്കുന്നത്. സോ സാധാരണ വർക്കൗട്ട് ഒക്കെ ചെയ്യുന്ന ഒരാൾക്ക് മസിൽ ഫൈബേഴ്സിൽ മൈനർ ക്രാക്സ്, ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ക്രാക്ക് അല്ലെങ്കിൽ ടീയേഴ്സ് വരും. ഈ ടീയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുനീരല്ല, മൈക്രോസ്കോപ്പിക് ടീയർ എന്ന് പറയുന്നത് കീറലുകളും പോറലുകളും വരും. ഈ കീറലുകളൊക്കെ തുന്നിക്കൂട്ടുന്ന സമയം കൂടിയാണ് അതെന്ന് കണക്കാക്കാം. അപ്പൊ മസിലുകൾക്ക് സ്ട്രെങ്ത് കിട്ടും, അതിന് വേണ്ടത്ര എൻഡുറൻസ് കിട്ടും, അളവ് കൂടും. ഇതൊക്കെ ഈ ഉറങ്ങുന്ന സമയത്താണ്. അതുപോലെ തന്നെ നമ്മുടെ മസിൽ റിക്കവറിക്ക് ആവശ്യമുള്ള ഹോർമോൺ റെഗുലേഷൻസ് നടക്കും. സോ ക്വാളിറ്റി ഉള്ള സ്ലീപ്പ്, നല്ല ഉറക്കം ഒരു ഹെൽത്തി മെറ്റബോളിക് റേറ്റിന് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് നല്ല രീതിയിൽ ഉറങ്ങാത്ത ആളുകളിൽ പിറ്റേന്ന് രാവിലെ ഒരു ക്ഷീണം തോന്നുന്നത്. അപ്പൊ എന്ത് ചെയ്യും? വീണ്ടും ഒരു കാപ്പി കുടിക്കുന്ന രീതിയിലേക്ക് എത്തും. കാപ്പി നമ്മുടെ ശരീരത്തിന് ടെമ്പററി ആയിട്ടാണ് മെറ്റബോളിക് റേസ് കൊടുക്കുന്നത്. അതിനുശേഷം പിന്നെ അത് താണു വരും. അപ്പൊ അതൊരു പെർമനന്റ് സൊല്യൂഷൻ അല്ല. ഒന്ന് ചിന്തിച്ചു പോ, ചെറിയ കുട്ടികളിലെ കുഞ്ഞു കുട്ടികള്, ഉറങ്ങുന്ന കുട്ടികളാണ് പെട്ടെന്ന് വളരുക എന്ന് പറയുന്നതല്ലേ? എന്തുകൊണ്ടാണ്? ഉറങ്ങുന്ന കുട്ടികളിൽ കൂടുതൽ മസിൽ അല്ലെങ്കിൽ അവയവങ്ങളുടെ ഒക്കെ വളർച്ച പെട്ടെന്നുണ്ടാവും. ആ സമയത്താണ് അത് വളരെ നന്നായിട്ട് നടക്കുന്നത്. സോ സ്ലീപ്പും മെറ്റബോളിസം ആയിട്ട് നേരിട്ടുള്ള കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൂവർ സ്ലീപ്പ് ആകുമ്പോഴും ഉറക്കം നല്ല രീതിയിൽ അല്ലെങ്കിൽ ഹോർമോൺ ഇംബാലൻസ് നടക്കും. അത് നമുക്ക് ഗ്രലിൻ എന്ന് പറയുന്ന ഹോർമോൺ കൂടുതലാക്കുകയും വിശപ്പ് കൂട്ടുകയൊക്കെ ചെയ്യും. കൂടുതൽ ഭക്ഷണം നമ്മൾ കഴിക്കും, അത് മെറ്റബോളിക് അതിന്റെ വ്യവസ്ഥ തെറ്റിച്ചിട്ട് കൂടുതൽ സ്റ്റോറേജിലേക്ക്, ഫാറ്റ് സ്റ്റോറേജിലേക്ക് പോകും. മറ്റൊരു പ്രധാന ഹോർമോൺ എന്ന് പറയുന്നത് കോർട്ടിസോളിന്റെ അളവ് കൂട്ടുന്നതാണ്. നമ്മൾ രാത്രിയിലൊക്കെ ഉണർന്നിരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഹോർമോൺ കോർട്ടിസോൾ ആണ്. ശരിക്കും ഈ കോർട്ടിസോളിന്റെ അളവ് കൂടുതൽ ഉണ്ടാവേണ്ട സമയം രാവിലെ 5 മണിക്ക് ശേഷമാണ്. പക്ഷെ ഇത് രാത്രിയിലൊക്കെ ഉണ്ടാകുമ്പോഴോ, ഇത് നമ്മുടെ മസിൽസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് കാറ്റബോളിസം, മസിൽ കാറ്റബോളിസം നടന്നു കഴിഞ്ഞാൽ പ്രോട്ടീൻ ഉപയോഗിച്ച് ശരീരം എനർജി ഉണ്ടാക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ കൂടുതൽ ഉറക്കം വളച്ച് പണിയെടുക്കുന്ന ആൾക്കാർ മിക്കവാറും അവരുടെ മെറ്റബോളിക് ഡിസോർഡേഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ടാവും. ഗ്രോത്ത് ഹോർമോണിന്റെ അളവ് കുറയും, ടെസ്റ്റോസ്റ്റെറോണിന്റെ അളവ് വ്യത്യാസം വരും. ഇതൊക്കെ നമ്മുടെ മസിൽ ബിൽഡിങ്ങിനെ ബുദ്ധിമുട്ടിലാക്കും. സോ കുറെ നേരം എക്സസൈസ് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മുടെ മസിൽസ് വളരണമെന്നില്ല. നമ്മുടെ ഉറക്കം ശരിയായ രീതിയിൽ നടക്കണം. ഇത് മുമ്പൊരു സെഷനിൽ എടുത്തതാണെന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഡീറ്റെയിലേക്ക് ഇപ്പൊ ഞാൻ പോകുന്നില്ല. എനിവേ, ലാക്ക് ഓഫ് സ്ലീപ്പ് നമ്മുടെ മെറ്റബോളിക് റേറ്റും അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഡയറക്ട്ലി കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫാറ്റ് സ്റ്റോറേജ് നടക്കുന്നത്. സോ നമ്മുടെ ഉറക്കം പ്രോപ്പറായിട്ട്, പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിലുള്ള ഉറക്കം പ്രോപ്പറായിട്ടില്ലെങ്കിൽ മെറ്റബോളിസം പതുക്കെ ആവും, കൂടുതൽ ഫാറ്റ് സ്റ്റോറേജ് നടക്കും. എന്താണ് അപ്പം മസിലിന് ഇത്രമാത്രം റോള്? വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ശരീരത്തിന് ഈ ഊർജം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ഒരു പ്രധാനപ്പെട്ട സാധനം എന്താണ്? അതിന്റെ പേര് മൈറ്റോകോൺഡ്രിയ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. നമ്മൾ ശ്വാസം കഴിക്കുന്നുണ്ട് അല്ലെ? ഇതിനെ പറയുന്നത് ശ്വസനം അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസം എന്ന് പറയാം. ഈ ശ്വാസം അല്ലെങ്കിൽ ബ്രീത്തിങ് എന്നാണ് പക്ഷെ ഇംഗ്ലീഷിൽ ഇതിനെ പറയാ. എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോശ ശ്വസനം? അതിനെ പറയുന്നത് റെസ്പിറേഷൻ എന്നാണ്. ശരിയായ രീതിയിൽ അത് കോശങ്ങളുടെ ലെവലിലുള്ള ബ്രീത്തിങ് ആണ്. കോശങ്ങളുടെ ലെവലിൽ എന്ന് പറയുമ്പോൾ കോശത്തിന് ഓക്സിജൻ ആവശ്യമുണ്ട്. എന്തിനാണത്? കോശങ്ങളിൽ ഊർജം കത്തിക്കാൻ, അല്ലെങ്കിൽ ആ എനർജി സോഴ്സ് എന്താണോ അതിന്റെ ഇന്ധനം, അതിനെ കത്തിച്ചിട്ട് വേണ്ടത്ര ഊർജം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിനാണ് കോശശ്വസനം എന്ന് പറയുന്നത്. ഈ ഓക്സിജൻ അവിടെ എത്തിക്കുന്നതാണ് ബ്ലഡിൽ എന്താ ഉള്ളത്? RBC. സോറി, ബ്ലഡിൽ എന്താണ്? RBC. ഈ RBCയിൽ എന്താ ഉള്ളത്? ഹീമോഗ്ലോബിൻ ഓക്സിജനെ കൊണ്ടുപോയിട്ട് കോശങ്ങൾക്ക് കൊടുക്കും. കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് തിരിച്ച് ശ്വാസകോശത്തിലേക്ക് എത്തിക്കും. ഇങ്ങനെയാണ് ശ്വസനം കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ ഈ കോശങ്ങളിലേക്ക് എത്തിക്കുന്ന ഓക്സിജന്റെ അളവ് കുറഞ്ഞു പോയാലോ? കോശ ശ്വസനം ശരിയായിട്ട് നടക്കില്ല, റെസ്പിറേഷൻ ശരിയാവില്ല. അവിടെ എന്താണ് പ്രശ്നം? വേണ്ടത്ര ഊർജം കിട്ടില്ല. ഇതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? നമ്മുടെ ശരീരത്തിൽ RBCക്ക് അകത്ത്, ചുവന്ന രക്താണുക്കൾക്ക് അകത്തുള്ള ഹീമോഗ്ലോബിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അതിന്റെ പേരാണ്
HbA1c, അല്ലെങ്കിൽ ഡയബറ്റീസ് കൂടിയ അളവിലുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു ടെസ്റ്റ്. HbA1c നോക്കുമ്പോൾ എന്താണ്, ഹീമോഗ്ലോബിനോട് എത്രത്തോളം ഷുഗർ കണ്ടന്റ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് ഗ്ലൈക്കേഷൻ സംഭവിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ ഗ്ലൈക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചുവന്ന രക്താണുക്കളുടെ അളവ് കുറയുകയും, അല്ലെങ്കിൽ അതിൽ കൊണ്ടുപോകുന്ന ഓക്സിജന്റെ അളവ് കുറയുകയും, കോശങ്ങൾക്ക് വേണ്ട ഓക്സിജന്റെ അളവ് കുറയുകയും ചെയ്യും. HbA1c കൂടിയാൽ നല്ലതല്ല, അല്ലെ? ഇനി ഇതേ കാര്യം തന്നെ ഞാനൊന്ന് കോശങ്ങൾ, മസിൽ ടിഷ്യൂസിലേക്ക് എടുക്കാം. നമ്മുടെ കോശങ്ങളിൽ ചില കോശങ്ങളിൽ മൈറ്റോകോൺട്രിയയുടെ അളവ് വളരെ കുറവും, അതേസമയത്ത് അവയവങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മൈറ്റോകോൺട്രിയ ഉള്ളത് മേ ബി ഒരു 400 മുതൽ 1000 വരെയൊക്കെ ആണെങ്കിൽ, നമ്മുടെ മസിൽസിലുള്ളത് 2000 മുതൽ 5000 വരെ മൈറ്റോകോൺട്രിയകളാണ്. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് കോശത്തിന്റെ പവർ ഹൗസ് ആണ് പറയുന്നത്. 5000 പവർ ഹൗസ് ആണ് ഒരു മസിൽ കോശത്തിലുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം ഫോഴ്സ്ഫുള്ളി ആണ് നമ്മുടെ ശരീരത്തിലെ മസിലുകൾ ഊർജ്ജം ഉപയോഗിക്കുന്നത്. സോ കൂടുതൽ മസിൽ ഉണ്ടെങ്കിൽ എനർജി യൂട്ടിലൈസേഷൻ കൂടും, വെറുതെ ഇരിക്കുമ്പോഴും കൂടും. സോ ഈ മസിലുകൾക്കകത്ത് പൊതുവെ സ്റ്റോർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫോം ഉണ്ട്, അതിന്റെ പേരാണ് ഗ്ലൈക്കോജൻ. അത് ലിവർ ടിഷ്യൂവിൽ കുറച്ചുണ്ടാവും, ബാക്കിയുള്ളത് മസിലുകളിൽ ഒരു 400 ഗ്രാം 1 കിലോ വരെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസിലുകളിൽ തന്നെ ഉണ്ടാവും. ഇതാണ് നമ്മുടെ മസിലിനെ ആക്റ്റീവ് ആക്കി വയ്ക്കുന്നതും നമ്മുടെ ശരീരത്തിന് കൂടുതൽ എനർജി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നതും. ഈ മസിലുകളിലാണ് നമുക്ക് കൺട്രോൾ ഉള്ളത്, അല്ലെ? സാർക്കോപീനിയ എന്ന് പറയുന്ന രോഗം നമ്മൾ മസിലുകൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാലോ ശരീരത്തിൽ നിന്ന് മസിലുകൾ ഇല്ലാതാവുന്ന ഒരു പ്രോസസ്, ഒരു സ്റ്റേജ് ആണ്. അതേസമയത്ത് നമ്മൾ സ്ഥിരമായ വ്യായാമം, അതുപോലെ തന്നെ നല്ല ഉറക്കം, നല്ല പോഷണം, ഇത് മൂന്നും ഉണ്ടെങ്കിൽ നമുക്ക് കൂട്ടാൻ പറ്റുന്ന ഒരേ ഒരു അവയവം എന്ന് പറയുന്നത് മസിലുകളാണ്. സോ ഈ പേശികളുടെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിക് റേറ്റ് കൂടും. സോ എക്സസൈസ് ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ മസിൽ റിപ്പയറും മസിൽ ഗ്രോത്തും ആവശ്യമുള്ളത് എന്താണ്? ശരിക്കും അതിന് എന്താണ് ആവശ്യമുള്ളത്? കൂടുതൽ ഊർജം ആവശ്യമുണ്ട്. ഈ ഊർജമാണ് ശരീരത്തിന് കൂടുതൽ ഒരുപക്ഷെ വേർക്കാൻ വേണ്ടി സഹായിക്കുന്നതും ശരീരത്തിന്റെ ഫങ്ഷനിങ്ങിനെ ഒക്കെ വളരെ ബെനിഫിഷ്യൽ ആവുന്നത്. നമുക്ക് ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് പോലും ഈ മസിലുകളാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ എക്സസൈസ് നമുക്ക് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ഹെൽത്തി ഏജിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ അത്യാവശ്യമുള്ളതാണ്. അതുകൊണ്ടാണ് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 70 വയസ്സുള്ള ഒരാള് വടികുത്തി നടക്കുന്നതും 70 വയസ്സുള്ള ഒരാള് മാരത്തോൺ ഓടുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ഇതേ മസിലുകളുടെ അളവ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അല്ലെ? സോ ഇത് മൂന്നും നമുക്കൊന്ന് ഒരുമിച്ചൊന്ന് കണ്ടു കഴിഞ്ഞാലോ, നമ്മുടെ മെറ്റബോളിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സിൽ ഭക്ഷണം, ഉറക്കം, അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ മൂവ് ചെയ്യുന്നു, ഇത് മൂന്നും നമ്മൾ സെപ്പറേറ്റ് ആക്കി കാണരുത്. ഇത് മൂന്നും ഒരുമിച്ച് കാണുമ്പോഴാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള രീതി വരിക. കുറഞ്ഞ സ്ലീപ്പ്, അല്ലെങ്കിൽ നമുക്ക് സ്ലീപ്പ് ഡിപ്രവേഷൻ എന്നൊക്കെ പറയുന്ന ശരിയായ ഉറക്കം കിട്ടാത്ത അവസ്ഥയാകുമ്പോൾ സാധാരണഗതിയിൽ വിശപ്പ് കൂടും, അത് നമ്മുടെ മസിൽ റിക്കവറിക്ക് കാരണമാവുകയും ചെയ്യും. മറ്റൊരു കാര്യം, നമ്മൾ ശരീരം കൊണ്ട് കൂടുതൽ പണിയെടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഈ ഉപയോഗിക്കാതിരിക്കുന്ന അവസ്ഥയിൽ എന്ത് സംഭവിക്കും? മസിൽ മാസ് കുറയും, അതുപോലെ തന്നെ മെറ്റബോളിസം കുറയും. അൺബാലൻസ്ഡ് ഡയറ്റ് ആണെങ്കിലോ, ഡയറ്റ് ശരിയല്ലെങ്കിൽ എനർജി ക്രാഷ് ഉണ്ടാവും, എനർജി പെട്ടെന്ന് സ്പൈക്ക് ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ പെർഫോമൻസിനെ എഫക്ട് ചെയ്യും. സോ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ പ്ലേറ്റ് ഫിക്സ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ പില്ലോ ഫിക്സ് ചെയ്യണം. ഭക്ഷണം എങ്ങനെ കഴിക്കുന്നു, എത്ര കഴിക്കുന്നു, ഏത് സമയം കഴിക്കുന്നു, തലയണ ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പില്ലോ ഫിക്സ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വർക്കൗട്ടും. ഇത് മൂന്നും നമ്മൾ ഒന്ന് ശരിയായ രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് നമുക്ക് മെറ്റബോളിക് ഡിസോർഡേഴ്സിനെ തടയാൻ പറ്റുന്നത്. സോ ഒന്ന് ഇത്രയും ചിന്തിച്ചാൽ മതി. മെറ്റബോളിസത്തിന് നമ്മുടെ ഡെയിലി ഹാബിറ്റ്സിൽ, നിത്യജീവിതത്തിലെ ചെറിയ ചെറിയ ഹാബിറ്റുകളിൽ തന്നെയാണ് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഒക്കെ ഉള്ളത്. സോ പ്രധാനപ്പെട്ട ചില മെറ്റബോളിക് ഡിസോർഡേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഷുഗർ ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് പ്രമേഹമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, അതുപോലെ തന്നെ കൊളസ്ട്രോൾ ലെവൽ കൂടുക, BP വ്യത്യാസം വരിക, ഫാറ്റി ലിവർ ഉണ്ടാവുക, ഇതൊക്കെ ഈ മെറ്റബോളിക് ഡിസോർഡേഴ്സിൽ വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, ഹാർട്ട് അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ അടുത്തേക്ക് വരാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ഫാക്ടറാണ് മെറ്റബോളിസം. ഇതിനെ നമ്മുടെ ഉറക്കം, നമ്മുടെ ഭക്ഷണം, അതുപോലെ തന്നെ നമ്മുടെ മസിൽസ്, ഈ മൂന്നും വെച്ചിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. താങ്ക് യു.